ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ വയനാട് കള്ളാടി ദുരന്ത സ്ഥലം സന്ദർശിച്ചു. മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. മേപ്പാടി മേഖലയിൽ തന്നെ വയനാട് എന്ന് പറയുമ്പോൾ ഈ മേഖല സവിശേഷമായ പരിഗണന അർഹിക്കുന്നു. ഈ മേഖലയിലെ ഭൂപ്രകൃതി സവിശേഷമായ പരിഗണന അർഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു മേഖലയിലാണ് വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. മഹാദുരന്തം. 6 ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, 6 ഡെഡ് ബോഡി കിട്ടിക്കഴിഞ്ഞു. ആ ജനതയോടുള്ള ഐക്യദാർഢ്യവും അതോടൊപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ നമ്മൾ ആദ്യമേ പങ്കുചേരുകയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കേരളത്തിൻ്റെ പരിസ്ഥിതി, കേരളത്തിൻ്റെ മണ്ണ്, കേരളത്തിലെ മനുഷ്യർ, ഇതെല്ലാം സവിശേഷമായി പരിഗണന അർഹിക്കുന്ന ഒരു ഘടകമാണ്. എല്ലാ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം. ആ സവിശേഷത മുഖവിലക്കെടുത്തുകൊണ്ടുള്ള മുൻകരുതലോടുകൂടിയാണ് കേരളത്തിൻ്റെ വികസന പദ്ധതികളെയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടും ഏത് മുന്നണി എന്നുള്ളതല്ല, ഏത് ഭരണകൂടം എന്നുള്ളതല്ല, മലയാളി മനുഷ്യർ, അവരുടെ ജീവൻ, അവരുടെ ജീവിതം എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടും സമഗ്രമായ പഠനം നടത്തിയതിന് ശേഷമേ മുന്നോട്ട് പോകാവൂ. തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം വേണ്ട വിധത്തിൽ അധികാരികൾ ഇത് കൃത്യമായി പഠനം നടത്താതെയാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഇതിൻ്റെ പുറകിൽ ഉയരുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പഠന റിപ്പോർട്ട് വരട്ടെ. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പൊളിറ്റിക്കൽ ഈഗോ ആയിട്ട് ഇരുമുന്നണികളും എടുക്കരുത്. ഇവിടെയുള്ള മനുഷ്യരെ, പച്ച മനുഷ്യരെ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉപജീവന മാർഗം തേടി വന്ന മനുഷ്യരാണ്. ഞാൻ ഈ ഡെഡ് ബോഡി കാണാൻ പോകുമ്പോൾ അവരുടെ കുടുംബത്തെ കണ്ടു. അവരെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ വാക്കുകളില്ല. അവരേതൊരു ഘട്ടത്തിൽ തൊഴിൽ തേടി വന്ന ആളുകളാണ്. അതാണ് പ്രധാനം എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഇതിൽ ക്രമക്കേട് വന്നോ സൂക്ഷ്മത കുറവ് വന്നോ എന്ന് ഒരു പഠനം നടത്താതെ പറയാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലുള്ളൊരു പ്രദേശത്ത് ഒരു ദുരന്തം നടന്ന മണ്ണിൽ, പരിസ്ഥിതി ലോല പ്രദേശം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രൊഫഷണലായ സമഗ്രമായ പഠനം നടത്തിയിട്ട് ഗവൺമെൻറ് ഇത്തരം വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകും. ഞാൻ മിനിസ്റ്റേഴ്സിനെ കണ്ടിരുന്നു, ഇവരായിട്ടെല്ലാം കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അവരിവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് മതിയായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തി സംഭവം നടന്നത് മുതലുണ്ട്. അത് സന്തോഷകരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും തുടർ നടപടികൾക്കും ഈ വിജിലൻസ്, ഈ ജാഗ്രത ഉണ്ടാകണം. ദുരന്തം കഴിഞ്ഞ ഉടനെയുള്ള ജാഗ്രത സ്വാഗതാർഹമാണ്. മിനിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഇവിടെയുണ്ട്. അതേസമയം തുടർ നടപടികളിൽ തീർച്ചയായിട്ടും ഈ ജാഗ്രത ഗവൺമെൻറ്റിനുണ്ടാകണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ക്യാമ്പുകളിൽ ആവശ്യമായ ഭക്ഷണ വസ്തുക്കളും വസ്ത്രങ്ങളും ഉൾപ്പെടുത്തിച്ച് മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി ചെയ്യുന്നു? നമ്മൾ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വസ്ത്രത്തിൻ്റെ എന്തോ കുറവുണ്ട്, അത് അനിവാര്യമായ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ ആ ഒരു സ്വഭാവത്തിൽ അവിടെ വസ്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. നമ്മൾ ചൂരൽമലയിലായാലും ചെയ്തത് സർക്കാർ സംവിധാനങ്ങൾ എവിടെയാണോ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്, എവിടെയാണോ പരിമിതികളുള്ളത്, ദുരന്ത പ്രദേശം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്.